മീഡിയ4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അവണിശ്ശേരി തിരുവാഞ്ചിരക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശി മുങ്ങി മരിച്ചു. പെരുമ്പുളിശ്ശേരി ചങ്ങരയിൽ നരസിംഹമൂർത്തി ക്ഷേത്രം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം നടത്തി ചേർപ്പ് മേഖലയിലെ BJP പ്രവർത്തകർ. അമ്മാടം യുവ ക്ലബിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അമ്മാടം ഫ്രണ്ട്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന രക്തദാന ക്യാമ്പിൽ യൂത്ത് ക്ലബ്ബുകളും യുവജന അംഗങ്ങളും പങ്കാളികളായി. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി തിരുവാഞ്ചിരക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശി മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി 24 വയസ്സുള്ള മണികണ്ഠനാണ് മുങ്ങി മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. ഒല്ലൂരിലെ സെൽവ ഗോൾഡ് കവറിംഗ് കടയിലെ ജീവനക്കാരനാണ് മരിച്ച മണികണ്ഠൻ. കടയിലെ മറ്റ് ജീവനക്കാരോടൊപ്പം വൈകിട്ട് കുളത്തിൽ കുളിക്കാനെത്തിയതായിരുന്നു. തൃശൂരിൽ നിന്നും ഫയർഫോഴ്സ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ TS ഷാനവാസിന്റെ നേതൃത്വത്തിൽ സ്കൂബ ഡ്രൈവിംഗ് അംഗങ്ങളായ ദിനേശ്, ശിവദാസൻ, പ്രകാശ്, രാകേഷ് എന്നിവരാണ് കുളത്തിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തത്. നെടുപുഴ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പെരുമ്പുളിശ്ശേരി ചങ്ങരയിൽ നരസിംഹമൂർത്തി ക്ഷേത്രം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് തൃശൂർ റേഞ്ച് പോലീസ് സൂപ്രണ്ട് PA വാഹിദ് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് M രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SSLCക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 36 വിദ്യാർത്ഥികൾക്കും BA ഹിസ്റ്ററിയിൽ 3ാം റാങ്ക് നേടിയ കാവ്യ വേണുഗോപാലിനെയും പുരസ്കാരം നൽകി അനുമോദിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിനി പ്രദീപ്, പ്രിയലത പ്രസാദ്, റിട്ടയർഡ് ASI CR ദിനേശ് കുമാർ, ട്രസ്റ്റ് സെക്രട്ടറി TN ബാലൻ, K സുബിൻ കുമാർ എന്നിവർ സംസാരിച്ചു. സൈക്കോതെറാപ്പിസ്റ്റ് NS സന്തോഷ് ബാബു വൈകാരിക പക്വതയും പഠനവും എന്ന വിഷയം ആസ്പദമാക്കി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി ക്ലാസ് നയിച്ചു. ആദ്യമായിട്ട് ഇത്തരത്തിൽ വളരെ അഭിമാനാർഹമായുള്ള മാർക്ക് വാങ്ങി ജീവിതത്തിലെ ഒരു ഘട്ടം കടന്ന് മുന്നോട്ട് പോകുന്ന കുട്ടികളെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നേരത്തെ എനിക്ക് തോന്നുന്നു എനിക്കും സന്തോഷ് മാഷിനും എല്ലാം പറയാനുള്ള കാര്യങ്ങൾ 4 വരികളിൽ കൂടി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും നമുക്ക് പറയേണ്ടതില്ല. ആ 4 വരികളെല്ലാം ഉണ്ട്. ആ 4 വരിയുടെ എക്സ്പാൻഷനാണ് ഇനി മറ്റുള്ള ആൾക്കാർ പറയേണ്ടതായിട്ട് ഉള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ മാർക്ക് മേടിക്കുകയും ഉന്നത സ്ഥാനങ്ങളിൽ എത്തുകയും ഒന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മളൊന്നും മെനക്കെട്ടാൽ ശ്രമിച്ചാൽ തീരെ ഉഴപ്പനാവാതിരുന്നാൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ അങ്ങനെ ലഭിക്കും. സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം നടത്തി ചേർപ്പ് മേഖലയിലെ BJP പ്രവർത്തകർ. പടക്കം പൊട്ടിച്ചും വാദ്യമേളങ്ങളോടെ പ്രവർത്തകർ വിവിധ ഇടങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തി. അമ്മാടം യുവ ക്ലബിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അമ്മാടം ഫ്രണ്ട്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന രക്തദാന ക്യാമ്പിൽ യൂത്ത് ക്ലബ്ബുകളും യുവജന അംഗങ്ങളും പങ്കാളികളായി. ക്യാമ്പിന് പ്രസിഡന്റ് റിനോൾഡ് OI, സെക്രട്ടറി ബ്രിൻഡോ CA എന്നിവർ നേതൃത്വം വഹിച്ചു.
ചേർപ്പ് നവരശ്മി ബാലജന സഖ്യം പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി ഹരിതം പദ്ധതിക്ക് തുടക്കമിട്ടു. വീടുകൾ, വിദ്യാലയങ്ങൾ, വായനശാലകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഔഷധ ഫലവൃക്ഷങ്ങൾ തൈകൾ നട്ട് സംരക്ഷിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ നടന്ന ഹരിതം പദ്ധതി പരിസ്ഥിതി പ്രവർത്തകനും ഭൂമിമിത്ര അവാർഡ് ജേതാവുമായ VK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ പൂർവിക തലമുറ വഹിച്ച പങ്കിനെക്കുറിച്ച് അദ്ദേഹം ഉദ്ബോധനം നടത്തി. KL ആന്റണി അധ്യക്ഷത വഹിച്ചു. KB പ്രമോദ്, PK ഉണ്ണികൃഷ്ണൻ, പ്രസാദ് കിഴക്കൂട്ട്, ശ്രേയ R നായർ, KS സൃഷ്ടി, ജോസഫ് ആന്റണി എന്നിവർ പങ്കെടുത്തു. വൃക്ഷത്തൈ വിതരണവും വീടുകളിൽ വൃക്ഷത്തൈ നടീലും നടന്നു. തൃശൂരിലെ തോൽവിയും തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും സ്ഥാനങ്ങൾ രാജിവെച്ചു. തോൽവിയെ തുടർന്ന് തൃശൂർ DCCയിലുണ്ടായ കൂട്ടയടിയിൽ KPCC നേതൃത്വം ജോസ് വള്ളൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരുവരുടെയും രാജി. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂരിലുണ്ടായ പോസ്റ്റർ യുദ്ധവും തുടർന്ന് DCC ഓഫീസിലുണ്ടായ കൂട്ടത്തല്ലിനും പിന്നാലെ DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ ഡൽഹിയിലെത്തി KPCC നേതൃത്വത്തെ കണ്ടു. തന്റെ നിരപരാധിത്വം തെളിയിക്കാനായി DCCയിലെ കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ജോസ് വള്ളൂർ ഡൽഹിയിലെത്തിയത്. പക്ഷേ രാജിയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നായിരുന്നു നേതൃത്വത്തിന്റെ മറുപടി. പിന്നീട് ഇന്ന് ഉച്ചയോടെ DCC ഓഫീസിലെത്തിയ ജോസ് വള്ളൂരിനെ മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. തുടർന്ന് DCC ഓഫീസിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ജോസ് വള്ളൂർ രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധാർമ്മികതയുടെ പേരിൽ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നുവെന്നാണ് ജോസ് വള്ളൂർ യോഗത്തിൽ പറഞ്ഞത്. ഇതിനിടെ DCC ഓഫീസിലേക്ക് എത്തിയ UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് മാധ്യമങ്ങളോടും തന്റെ രാജിക്കാര്യം വ്യക്തമാക്കി. നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല, മറിച്ച് ധാർമ്മികതയുടെ പേരിലാണ് UDF ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതെന്ന് MP വിൻസെന്റ് പറഞ്ഞു. പക്ഷേ ഇത് ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, പാർട്ടി ഓഫീസിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത്തരമൊരു സാഹചര്യം വരുന്നത് പാർട്ടിയെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം സംഭവങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ജില്ലയിലെ കോൺഗ്രസിൻ്റെ UDFൻ്റെ നേതൃത്വം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഞാൻ രാജിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ഇതിലൊരു നടപടി, ആരുടെ പേരിലൊരു നടപടി ഇല്ല, നടപടി ആയിട്ടല്ല, അത്തരം നടപടികളൊന്നുമില്ല. ഞങ്ങൾ രാജിവെക്കാനുള്ളത് കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ച് പറയും, രാജിവെക്കും. അതേസമയം കൂട്ടത്തല്ലിനും രാജിക്കും ശേഷം ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ജോസ് വള്ളൂർ തയ്യാറായിട്ടില്ല. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചിലങ്ക സെന്ററിൽ നിന്നും 12.5 കിലോ കഞ്ചാവുമായി യുവാവിനെ തൃശൂർ റൂറൽ ജില്ലാ ഡെൻസാഫ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന് പിടികൂടി. മഹാരാഷ്ട്ര സ്വദേശിയായ 32 വയസ്സുള്ള സയ്യിദ് ഇർഫാൻ എന്നയാളെയാണ് പ്രത്യേക പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസാഫ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത്. തീരദേശ മേഖലയിലെ അന്യസംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമാക്കിയാണ് ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. കഞ്ചാവ് കൈമാറുന്നതിനായി കാത്തു നിൽക്കുന്ന സമയത്താണ് ഇയാൾ പോലീസിന്റെ പിടിയിൽപ്പെടുന്നത്. പ്രതി ആർക്കു വേണ്ടിയാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്നും ആരൊക്കെയാണ് ഇതിന്റെ ഉപഭോക്താക്കളെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ IPSന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP മുരളീധരൻ, കൊടുങ്ങല്ലൂർ DYSP സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു, SIമാരായ മുഹമ്മദ് റഫീഖ്, ശ്രീലക്ഷ്മി, തൃശൂർ റൂറൽ ഡാൻസാഫ് SIമാരായ CR പ്രദീപ്, PP ജയകൃഷ്ണൻ, TR ഷൈൻ, സീനിയർ CPOമാരായ സൂരജ് B ദേവ്, ലിജു ഇയാനി, സോണി, MV മാനുവൽ, നിഷാന്ത് ഷിൻഡോ, വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO സജയൻ ബൈജു, രൺദീപ് എന്നിവരും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കുട്ടനെല്ലൂർ ഔഷധിക്ക് മുൻപിൽ പിക്കപ്പ് വാൻ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി മരിച്ചു. കൊഴുക്കുള്ളി കൊല്ലപ്പറമ്പിൽ രമേശിന്റെ ഭാര്യ 37 വയസ്സുള്ള ദർശനയാണ് മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു അപകടം. അപകടത്തിൽ സ്കൂട്ടർ യാത്രികരായ വലക്കാവ് പൊങ്ങണമൂല ബിനീഷിന്റെ ഭാര്യ നിമിഷ, എരവിമംഗലം മടത്തിപ്പറമ്പിൽ സന്ദീപിന്റെ മകൾ അനഘ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. ഔഷധിയിലെ ജീവനക്കാരികളായ മൂവരും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും പിക്കപ്പും കൂട്ടിയിടിക്കുകയായിരുന്നു.
ഔഷധിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അപകടം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ചയാണ് മരിച്ചത്. ഒല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. രോഹിത്, ശ്രീരൂപ എന്നിവർ മക്കളാണ്. പാർലിക്കാട് ഇരുചക്ര വാഹനവും ബൊലേറോയും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാർലിക്കാട് പാടത്തിന് സമീപത്ത് തിങ്കളാഴ്ച രാവിലെ 9:20ഓടെയാണ് അപകടം. മുള്ളൂർക്കര ഇരുനിലംകോട് സ്വദേശി 47 വയസ്സുള്ള രാജേഷാണ് മരിച്ചത്. സ്റ്റാർ പ്ലാസ്റ്റിക്കിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന യുവാവ് ബൈക്കിൽ ജോലിക്കായി പോകുന്നതിനിടയിൽ തൃശൂർ ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബൊലേറോ ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടന്ന് റോങ് സൈഡിൽ കയറി രാജേഷിന്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. ശേഷം പാതയോരത്തെ മരത്തിലിടിച്ചാണ് ജീപ്പ് നിന്നത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രാജേഷിനെ നാട്ടുകാരും ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ പ്രദേശത്ത് പാതയോരത്തുള്ള അനധികൃത വഴിവാണിഭവും അനധികൃത പാർക്കിങ്ങും ദൂരക്കാഴ്ച മറയ്ക്കുന്നതായി ഡ്രൈവർമാർ പറഞ്ഞു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6570 രൂപ, പവന് 52,560 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. അവണിശ്ശേരി തിരുവാഞ്ചിരക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശി മുങ്ങി മരിച്ചു. പെരുമ്പുളിശ്ശേരി ചങ്ങരയിൽ നരസിംഹമൂർത്തി ക്ഷേത്രം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം നടത്തി ചെർപ്പ് മേഖലയിലെ BJP പ്രവർത്തകർ. അമ്മാടം യുവ ക്ലബിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അമ്മാടം ഫ്രണ്ട്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന രക്തദാന ക്യാമ്പിൽ യൂത്ത് ക്ലബ്ബുകളും യുവജന അംഗങ്ങളും പങ്കാളികളായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.